കൈകാര്യം ചെയ്യുന്ന, നേരിട്ട് സഹായം എത്തിക്കുന്ന ഒരു സംവിധാനം. അതാണ് കേരളത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഏകദേശം 3 ലക്ഷത്തോളം ഉറുപ്പികയുടെ സാധനങ്ങളും അതുപോലെ തന്നെ സംഖ്യയും അർഹതപ്പെട്ട ആളുകൾക്ക് നൽകപ്പെടുകയാണ്. അത് നൽകപ്പെടുമ്പോൾ ആ 3 ലക്ഷം രൂപ സമാഹരിച്ച വകയിൽ അതിന്റെ ഒരു ഗുണം പറ്റിയവർ, കമ്മീഷൻ പറ്റിയവർ, അതിന്റെ ഏതെങ്കിലും ഒരു തരത്തിൽ വിഹിതം പറ്റിയവർ ഇതിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു വസ്തുവിന് ഓർഡർ നൽകിയാൽ കമ്പനി നൽകുന്ന കമ്മീഷൻ, ആ കമ്മീഷൻ സാധാരണമാണ് നമ്മുടെ നാടുകളിൽ. അങ്ങനെ ഒരു കമ്മീഷൻ സമ്പ്രദായമുണ്ട് എന്ന് പോലും നമ്മൾ അറിയുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ്. ആ സംഖ്യക്ക് പോലും ആവശ്യമായ സാധനങ്ങൾ നിറച്ച് 1000 രൂപയുടെ കിറ്റിൽ 1300 രൂപയുടെ സാധനങ്ങൾ നിക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇടത്തട്ടുകാരില്ലാതെ അർഹരിലേക്ക് സാധ്യമായ സഹായം നേരിട്ടെത്തിക്കുന്ന ഒരു സംവിധാനം എന്ന രൂപത്തിൽ, ഒരു പാഴ്ചെലവില്ലാത്ത, നഷ്ടക്കച്ചവടമല്ലാത്ത ഒരു മഹിതമായ സേവനം, അതാണ് ഈ സാന്ത്വന പ്രവർത്തനത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ ചികിത്സാ സഹായം, എത്രയോ രോഗികൾ നമ്മുടെ നാടുകളിലുണ്ട്. ആവശ്യമായ മരുന്ന് വാങ്ങാൻ ശേഷിയില്ലാത്തവർ, നമുക്കറിയില്ല, എന്തുകൊണ്ടറിയില്ല, നമ്മുടെ വീടിന് നാം വളരെ ഉയരത്തിലുള്ള മതിൽ കെട്ടിയിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ ഗേറ്റ് തുറക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് കനിയണം. നമ്മുടെ മനസ്സ് കനിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വീടിന്റെ ഗേറ്റ് ആർക്കും തുറന്നു കൊടുക്കുകയില്ല. രാത്രി കാലങ്ങളിലെ കള്ളനെ, അതുപോലെ തന്നെ മറ്റ് ഹിംസ്രജന്തുക്കളെ തടുക്കാനല്ല ഇന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും വീടിന് മനോഹരമായ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. മറിച്ച് തന്റെ കയ്യിൽ പടച്ച തമ്പുരാൻ തന്നേൽപ്പിച്ചിട്ടുള്ള പണം, പടച്ച തമ്പുരാൻ തന്നേൽപ്പിച്ചിട്ടുള്ള സമ്പത്ത്, അവരുടെ സമ്പത്തുക്കളിൽ സമ്പത്ത് തടയപ്പെട്ടവൻ, അല്ലാഹു നൽകാത്ത ദരിദ്രനും, അതുപോലെ തന്നെ തന്റെ മുന്നിൽ യാചിച്ചെത്തുന്നവനും നൽകുവാനുള്ള അവകാശം, അംശം അല്ലാഹു നിന്റെ സമ്പത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്